നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 122 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 123 ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം. കണ്ണം കറുത്ത മല പോലെയമന്റെ ദൂതർ കണ്ണും ചലറിയോടി വരുന്ന നേരം കണ്ണൻ കളിച്ച കളി കീർത്തനമൊന്നു കേട്ട പൊണ്ണൻ മലച്ചുമറിയുന്നതു കാൺമനോ ഞാൻ. കണ്ണം കറുത്ത, ഏറ്റവും കറുത്ത, അതായത് കറുകറുത്ത മല പോലെ യമന്റെ ദൂതർ. കറുത്ത മല പോലെയുള്ള, അതായത് വലിയ ആകൃതിയിലുള്ള യമകിങ്കരന്മാര് കണ്ണും മിഴിച്ചലറി ഓടി വരുന്ന നേരം. കണ്ണും മിഴിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യത്തോടു കൂടി അലറി വിളിച്ച് ഓടിക്കൊണ്ടു വരുമ്പോ, എന്തിനാ ഓടിക്കൊണ്ടു വരുന്ന? നമ്മളെ കൊണ്ടുപോകാനാണ്, പരലോകത്തേക്ക് കൊണ്ടുപോകാൻ. അതായത് മരണസമയത്ത് ഈ യമന്റെ ദൂതറ് ഭർസിച്ചും കൊണ്ട് ഓടി വരുന്ന നേരത്ത് കണ്ണൻ കളിച്ച കളി കീർത്തനമൊന്നു കേട്ട പൊണ്ണൻ മലച്ചു മറിയുന്നതു കാൺമനോ ഞാൻ. കണ്ണന്റെ, ശ്രീകൃഷ്ണന്റെ ആ കളികളെ കുറിച്ചുള്ള സങ്കീർത്തനം കേട്ടിട്ട് പൊണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തടിയൻ എന്നാണ് അർത്ഥം. ആ യമദൂതൻ, തടിച്ചിട്ടുള്ള ആ യമദൂതൻ മലച്ചു മറിയുന്നത്, മടങ്ങിപ്പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അജാമിളൻ തൻ്റെ മരണസമയത്ത് നാരായണ എന്ന് വിളിച്ചപ്പോ യമദൂതരുടെ ആ മരണപാശത്തിൽ നിന്ന് വിഷ്ണുദൂതന്മാർ വന്ന് രക്ഷിക്കുകയാണ്. ആ അജാമിളോപാഖ്യാനം എന്ന കഥയും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി അടുത്ത ശ്ലോകം. ഒന്നിച്ചിരുന്ന മക്കളുടപ്പിറന്നോരിന്നിച്ചിരിക്കും അവരെന്നറിയാതെ മോഹാൽ മന്ദിച്ച മാനസമൊരന്ധത പൂണ്ടിരിപ്പോരെന്നെ കുറിച്ചരുൾക നീ കൃപവാസുദേവ. ഇവിടെ ഒന്നിച്ചിരുന്ന മക്കൾ ഉടപ്പിറന്നോർ. ഇവിടെ ഒന്നിച്ച് ജീവിച്ചിരുന്ന മകള്, അവരുടെ മക്കള്, സഹോദരങ്ങള് തുടങ്ങി ബന്ധുക്കളൊക്കെ ഇന്നിച്ചിരിക്കും അവരെന്നറിയാതെ മോഹാൽ, അവരൊന്നും ഒരു കാലത്ത് കൂടെ ഉണ്ടാവില്ല എന്നുള്ള ആ അറിവ് മായ മൂലം അല്ലെങ്കിൽ മനസ്സിന്റെ അജ്ഞത മൂലം അത് ഉൾക്കൊള്ളാതെ മന്ദിച്ച മാനസം ഒരന്ധത പൂണ്ടിരിപ്പോൾ. മന്ദിച്ച മാനസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദഭാവം പൂണ്ട മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സ്, അതിപ്പോ ഇരുളടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ കുറിച്ചരുൾക നീ കൃപ വാസുദേവ, അല്ലയോ വാസുദേവ നീ എന്നിൽ കൃപ ചൊരിയണമേ. അതായത് നമ്മുടെ ബന്ധുക്കള്, സഹോദരന്മാര്, അച്ഛനമ്മമാര്, മക്കളുടെ മക്കള് ഇങ്ങനെയുള്ളവരൊക്കെ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവരെല്ലാം ഒരു കാലത്ത് ഇല്ലാതെയാവും, നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നുള്ളത് മനസ്സിന്റെ ആ മോഹം കാരണം ചിന്തിക്കാതെ മന്ദീഭവിച്ചിരിക്കുന്ന മനസ്സുമായി, ആ മനസ്സ് എങ്ങനെയാണ്? അജ്ഞാനം കൊണ്ട് ഇരുളടഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള എന്നില് അവിടേക്ക് കൃപ തോന്നണേ, എന്നിൽ കാരുണ്യം വർഷിക്കണമേ വാസുദേവ എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ഓണം വരുന്നു വിഷുവുണ്ടു പിറന്ന നാളുണ്ടാനന്ദമിങ്ങനെയൊരാണ്ടിലഹോ ജനാനാം കാണുന്നു നിത്യവും അനിത്യമിതെന്നു ചെമ്മേ വേണം കുറഞ്ഞൊരു വിചാരമകക്കുരുന്നിൽ. ഓണം വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്, ഓരോരുത്തരുടെ വീട്ടിലെ പലരുടെയും പിറന്നാൾ വരുന്നുണ്ട് എന്നിങ്ങനെ ഈ ജനങ്ങൾക്ക് ഓരോ വർഷത്തിലും എത്ര ആനന്ദിക്കാനുള്ള അവസരങ്ങളാണുള്ളത്. ഇതെല്ലാം അനിത്യമാണ്, ശാശ്വതമല്ല എന്ന് നിത്യം ചെമ്മയെ കാണുന്നു. എല്ലാ ദിവസവും നമ്മൾ നല്ലവണ്ണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ
ആഘോഷങ്ങളെല്ലാം, ഈ സന്തോഷങ്ങളെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കുന്നവയാണ്. അത് ഒരിക്കലും ശാശ്വതമല്ല എന്നുള്ളത് നിത്യജീവിതത്തിൽ നാം പലപ്പോഴും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് അകക്കുരുന്നില് മനസ്സില് കുറഞ്ഞൊരു വിചാരം, ചിലപ്പോഴെങ്കിലും ഒരു എന്ന് വെച്ചാൽ ഈ സന്തോഷവും ദുഃഖവും ഒന്നും ശാശ്വതമല്ല, ഒക്കെ താൽക്കാലികമാണ് എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇതേ ആശയം തന്നെ പൂന്താൻ തിരുമേനി ജ്ഞാനപ്പാനയിലും പറഞ്ഞിട്ടുണ്ട്. വന്നുവോണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടാഹോ വൃശ്ചികമാസത്തിൽ സദ്യയൊന്നു മേളൂതല്ലിനി എന്നും ഉണ്ണിയുണ്ടായി വേൽപ്പിച്ചതീനോരു ഉണ്ണിയുണ്ടായി കണ്ടാവൂ ഞാനെന്നും ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാപം ശിവ ശിവ. ഇങ്ങനെ പോകുന്നു ജ്ഞാനപ്പാനയിലെ വരികള്. എന്തായാലും അടുത്ത ശ്ലോകങ്ങളെ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ